ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഡിയോഡാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാ കണ്ടില്ല, ഈ ഒരു വലിയ ബോക്സിലായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്ത ഓരോ പ്രോഡക്ട്സും വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 45 ഐറ്റത്തോളം പ്രോഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു ലേ ഔട്ടാണ്. ഇനി നമുക്ക് ഓരോ പ്രോഡക്റ്റും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ സ്പ്രേയറാണ്. ഇതിൻ്റെ ഒരു യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിലൊക്കെ പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം എടുക്കുന്ന സമയത്ത് പൈപ്പിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു സ്പ്രേയർ ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് ഈ കാണുന്നത്. കുറച്ച് ബുഷ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബുഷ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ആ പൈപ്പിനോട് കൂടി നമുക്ക് അറ്റാച്ച് ചെയ്ത് ഇത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഡിറക്ഷനിലേക്ക് ആ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വെറും 36 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു കേബിൾ ക്ലിപ്പാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മൊബൈൽ പോലെയുള്ള ഡിവൈസൊക്കെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അതിൻ്റെ കേബിൾ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് പതിവാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ചിലപ്പോൾ അവരത് പിടിച്ച് വലിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ ഭിത്തിയോട് ചേർത്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലേക്ക് മൊബൈലിൻ്റെ കേബിൾ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 28 രൂപയാണ്. വെറും 28 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സെറ്റ്. ഇതിൽ തന്നെ ഒരു 5 സെറ്റോളം കേബിൾ ക്ലിപ്പ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോഡക്റ്റ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. മൈക്രോ ഫൈബറിൻ്റെ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയുള്ളൊരു ഫൈബർ ബ്രഷാണ്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു കളർഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് നമുക്ക് ഒത്തിരി നാൾ ഈട് നിൽക്കുന്ന ഒരു ഫൈബറിൻ്റെ ബ്രഷാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 28 രൂപയാണ്. മോണിറ്ററിൻ്റെ സ്ക്രീനും അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെയൊക്കെ ഗ്ലാസ്സൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അടുത്തത് ഗ്ലൗസാണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തീരെ മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അധികം ഹൈ ക്വാളിറ്റിയുടെ ഒരു പ്രോഡക്റ്റുമായിട്ട് നമുക്കിത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രൈസ് 25 രൂപയാണ്. നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ ഗാർഡനിങ് പോലെയുള്ള പർപ്പസിലൊക്കെ യൂസ് ചെയ്യാം. റബ്ബറിൻ്റെ ഗ്ലൗസാണ്. എന്നാലും ആ ഒരു കട്ടിയുള്ള ഒരു റബ്ബറല്ല ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അവർ. എങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കീ ഹാങ്ങറാണ്, അല്ലെങ്കിൽ കീ ഹോൾഡർ എന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മുടെ ഭിത്തിയിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കുന്ന കീകളിലൊക്കെ നമുക്ക് ഇതിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ തന്നെയാണ്. അതുമാത്രമല്ല, നല്ലൊരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത്. നമ്മളുടെ വീടുകളിലൊക്കെ ഭിത്തിയോട് ചേർന്ന് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനോട് കൂടിയ ഒരു ഹോൾഡറാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് 23 രൂപയാണ്. 23 രൂപയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണിത്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 13 കളർ പെൻസിൽ അടങ്ങിയ ഒരു സെറ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കേസ് കൂടെ ഉണ്ട്, അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, അതിൻ്റെ മേളിലായിട്ട് ഇതിൻ്റെ ഒരു ക്ലോസിങ് പോർഷനിൽ ഒരു ഷാർപ്നറും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 24 രൂപയാണ്. പിന്നെ ഇത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പെൻസിലിൻ്റെ തെളിച്ചം ചെറിയ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഓരോ പെൻസിലിനും വരുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം പിള്ളേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്.
അടുത്തതൊരു കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഫിഷ് സ്കെയിൽ റിമൂവർ. അതായത് മീനിൻ്റെയൊക്കെ ചിതമ്പലും മറ്റും കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ്. 23 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നേക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണ്. എപ്പോഴും നമുക്ക് അടുക്കളകളിൽ യൂസിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്. അടുത്തൊരു പ്രോഡക്റ്റ് നമ്മളുടെ വിൻഡോ ഗ്രൂവ് ക്ലീനിങ് ബ്രഷാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് വെറും 19 രൂപയാണ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഗ്ലാസ് ഇൻസേർട്ടഡ് ആവുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ കാറിൻ്റെ വിൻഡോയുടെയൊക്കെ പോർഷനിൽ തങ്ങി നിൽക്കുന്ന ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ മറ്റ് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് കപ്പിൻ്റെ സെറ്റാണ്. മെഷറിംഗ് കപ്പും അതോടൊപ്പം തന്നെ സ്പൂണും ഉള്ള 8 ഐറ്റത്തിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 17 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി ചീപ്പായിട്ടുള്ളൊരു പ്രൈസാണത്. അപ്പോൾ ആ ഒരു 17 രൂപയ്ക്ക് ഈ മെഷറിംഗ് സെറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ലാഭകരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും എടുത്തു പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിപ്പാണ്. നമ്മൾ മൾട്ടിപർപ്പസ് യൂസിന് പറ്റുന്ന ക്ലിപ്പ്. സാധാരണ നമ്മളത് ക്ലോത്തൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 20 രൂപയ്ക്ക് അടുത്ത് വരും. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ആപ്പിലൂടെ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ 17 രൂപയാണ്. അപ്പോൾ പ്രൈസ് വലിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ക്രിക്കറ്റ് ബാറ്റും ബോളും കൂടിയുള്ളൊരു സെറ്റാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 16 രൂപയാണ്. ഇതിനെപ്പറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ ബാറ്റ് മാത്രമല്ല ബോളും നല്ലൊരു ക്വാളിറ്റിയാണ്. ബാറ്റിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. കുട്ടികൾക്ക് അധികം നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 16 രൂപയാണ്. ഇത് നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുട്ടികൾ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിന് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയില്ലാത്തൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൂടിയാണത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഹോൾഡർ പ്ലസ് ഒരു ഹാങ്ങറും അതിനോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 15 രൂപയാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു സ്റ്റിക്കറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ മൊബൈൽ ഹോൾഡറിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഭിത്തിയോട് കൂടി നമ്മൾ ആ ഭിത്തിയിലേക്ക് ഒട്ടിച്ച് വെച്ചാൽ നല്ല ഒരു സ്റ്റിക്കിംഗ് പവറുണ്ട് ഇതിന്. അത്യാവശ്യം ഒരു മൊബൈലിൻ്റെ വെയിറ്റൊക്കെ താങ്ങാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ അതും പറ്റും. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്പോസിബിൾ റെയിൻകോട്ടാണ്. ഈസി ടു ക്യാരി ആയിട്ടുള്ള റെയിൻകോട്ട്. ഇത് ഈ പേര് പറയുന്ന പോലെ തന്നെ ഡിസ്പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് അധികം തവണ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11 രൂപയാണ്. സാധാരണ റെയിൻകോട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ അത്രയും കട്ടിയൊന്നും ഇതിനില്ല. എന്നാലും നമുക്ക് അത്യാവശ്യ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെയിൻകോട്ടാണ്. അടുത്തതൊരു ടവലാണ്. കിച്ചൺ ബാത്റൂം പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ടവലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15 രൂപയാണ്. നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അടുത്തതൊരു ലെമൺ സ്ക്യൂസറാണ്. ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ലെമൺ സ്ക്യൂസറാണ്. എങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ ആ ലെമൺ വെക്കുന്ന സ്ഥലത്ത് സ്റ്റീലിൻ്റെ കുറച്ച് കോട്ടിങ്ങോട് കൂടിയൊക്കെ ആണ്. പറയത്തക്ക സ്ട്രെങ്ത് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വെറും 15 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു ലൈറ്ററാണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ എപ്പോഴും ഉപയോഗത്തിൽ വേണ്ടി വരുന്ന ഒരു പ്രോഡക്റ്റ്. ഈ ലൈറ്ററിൻ്റെ പ്രൈസ് വരുന്നത് വെറും 13 രൂപയാണ്. സാധാരണ ലൈറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ലെങ്ത്ത് കൂടുതലുണ്ട്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12 രൂപയാണ്.
അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിലും എന്നാലും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകേണ്ട, കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്നൊരു ബനാന കേസാണ്. ബനാന ഒക്കെ പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന സമയത്ത് ബാഗിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സേഫായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 13 രൂപയാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിബ്ബർ ലോക്ക് കീ ആണ്. അതായത് നമ്മൾ ബാഗിൻ്റെയൊക്കെ സിബ്ബൊക്കെ ലോക്കാക്കാൻ വേണ്ടിയിട്ട് നമ്പർ ലോക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്ന ഒരു കീ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ സൈസും ഇച്ചിരി ചെറിയൊരു സൈസാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് 18 രൂപയാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതൊരു മൊബൈൽ ഹോൾഡറാണ്. ഒരു സ്നേക്കിൻ്റെ ഷേപ്പിലുള്ള സ്നേക്ക് ഹോൾഡറായിട്ട് കാണാനൊക്കെ നല്ല ക്യൂട്ട്നെസ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കളറൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് മൊബൈൽ ഇതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിൽ വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിന്. പ്രത്യേകിച്ച് ഇത് നമുക്ക് പല ഡയറക്ഷനിലേക്ക് ഇത് ടേൺ ചെയ്തൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വേണ്ട ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് അത് പ്ലേസ് ചെയ്യാമെന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. ബാക്കി ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 46 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കെയിലാണ്. 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. നല്ല സാധാരണ സ്കെയിലുകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ച് വിഡ്ത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് 11 രൂപയാണ്. അടുത്തൊരു പ്രോഡക്റ്റ് നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന മഗ്ഗാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 10 രൂപയേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് കുറച്ച് നാളത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അടുത്തത്. ഒരു ബേർഡ് ഫോർക്കിൻ്റെ ഒരു സെറ്റാണ്. അതായത് കുറച്ച് ബേർഡിൻ്റെ ഷേപ്പിലിരിക്കുന്ന കളർഫുള്ളായിട്ടുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫോർക്കാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ഇൻസേർട്ട് ചെയ്ത് കുത്തി അത് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഉപയോഗപ്പെടും. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. വെറും 10 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്ക് ഇത്രയ്ക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഫോർക്കാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുടെ ആണ്. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ടേബിളിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത് പ്ലേസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു ഡൈനിങ് ടേബിളിൽ അത് ഇരിക്കുമ്പോൾ നല്ലൊരു ഡെക്കറേറ്റീവ് ഐറ്റം കൂടിയായിട്ട് നമുക്കിത് കാണാവുന്നതാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോൾ പെന്നാണ്. ഇതൊരു പേന എന്നതിലുപരിയായിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡറായിട്ടും കൂടി യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഇതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മൊബൈൽ ഇൻസേർട്ട് ചെയ്ത് ഇതിനെ ഒരു മൊബൈൽ ഹോൾഡറാക്കിയും യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിസറാണ്. ഇതിൻ്റെ പ്രൈസ് വെറും 7 രൂപയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പേപ്പർ കട്ടിങ് ചെയ്യാനൊക്കെയാണ്. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അത്ര വലിയ സൈസൊന്നും അല്ല. അതുപോലെ തന്നെ ക്വാളിറ്റിയും സാധാരണ ചെറിയൊരു ക്വാളിറ്റിയേ ഉള്ളൂ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ജെൽ പെന്നിൻ്റെ ഇങ്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇറേസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഐറ്റം കാണുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെറും 8 രൂപ മാത്രമുള്ളൊരു പേപ്പർ കട്ടറാണ്. നമുക്ക് പേപ്പർ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ തെർമോക്കോൾ കട്ട് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ ആ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ കട്ടറാണ്. അടുത്തത് 8 രൂപ വിലയുള്ളൊരു ഫണലാണ്. വാട്ടർ ഫണൽ. നമുക്ക് വെള്ളമോ അതുപോലെ തന്നെ ലിക്വിഡ് ഐറ്റംസൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഒരു ഫണലാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ക്വാളിറ്റി അത്രയ്ക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റി അല്ല. എന്നാലും പ്രൈസ് ഇതിന് വളരെ കുറവാണ്. 8 രൂപയേ ഉള്ളൂ. അടുത്തതൊരു വെജിറ്റബിൾ ഗ്രേറ്ററാണ്.
ഇതിൻ്റെ പ്രൈസ് വെറും 7 രൂപയാണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ തീരെ കുറഞ്ഞൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലോ ക്വാളിറ്റി ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെറും 6 രൂപ മാത്രമുള്ള ഒരു മൾട്ടി പർപ്പസ് ബ്രഷാണ്. പ്രത്യേകിച്ച് നമ്മൾ കിച്ചൺ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാനും അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അടുത്തത് വെറും 6 രൂപ മാത്രമുള്ളൊരു സ്കെയിലാണ്. ഇതിൻ്റെ ലെങ്ത്ത് 30 സെൻറ്റിമീറ്ററാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രെങ്ത്ത് നമ്മൾ വിചാരിക്കുന്ന അത്ര സ്ട്രെങ്ത്ത് ഇല്ല എങ്കിലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തുള്ള സ്കെയിലാണ്. ഇതിൻ്റെ പ്രൈസ് 5 രൂപയാണ്. ഇതിന് മുന്നേ നമ്മൾ കണ്ട 15 സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ അത്രയ്ക്കും തന്നെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയൊക്കെ ഉള്ളൊരു സ്കെയിലാണിത്. നല്ല മെഷർമെൻറ്റ്സും ഉണ്ട്. ക്ലിയർ ആയിട്ട് ഓരോ മെഷർമെൻറ്റും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോർക്കും സ്പൂണും അടങ്ങിയൊരു സെറ്റാണ്. ഇതിൻ്റെ പ്രൈസ് 5 രൂപയാണ്. ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് എങ്കിലും നമുക്ക് അത്യാവശ്യ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് 5 രൂപയുടെ പ്രൈസുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രോ ക്ലീനറാണ്. നമ്മൾ കിച്ചണിലൊക്കെ യൂട്ടൻസിൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വാട്ടർ ബോട്ടിൽ പോലെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്ട്രോ ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പീലറാണ്. 4 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ ക്വാളിറ്റി തീരെ കുറവാണ്. അധികം നാൾ ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അടുത്തതൊരു പ്ലാസ്റ്റിക് ഡിഷ് സ്ക്രബ്ബറാണ്. പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് 4 രൂപയാണ്. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, നല്ല സോഫ്റ്റാണ്. പാത്രങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് വീഴുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. കാരണം നല്ല സോഫ്റ്റ് ടച്ചോട് കൂടിയുള്ളൊരു സ്ക്രബ്ബറാണ്. അടുത്തത് ഒരു റോബോട്ട് ടോയ് ആണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നത്. ക്വാളിറ്റി ലേശം കുറവാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 4 രൂപയാണ്. അടുത്തതൊരു പ്ലാസ്റ്റിക്കിൻ്റെ എഗ്ഗ് യോക്ക് സെപ്പറേറ്ററാണ്. അതിൻ്റെ പ്രൈസ് 4 രൂപയാണ്. ക്വാളിറ്റി മോശമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് പറ്റുന്ന ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4 രൂപയുടെ ഒരു സ്ട്രെയിനറാണ്. ചായയും അതുപോലെ കാപ്പിയൊക്കെ നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രെയിനറാണ്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലാണ്. ഇതിൻ്റെ വില വരുന്നത് 3 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സാധാരണ നമ്മൾ 15 സെൻറ്റിമീറ്ററിൻ്റെയും 30 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ സ്കെയിലാണ് കണ്ടിട്ടുള്ളത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വാൾ ഹാങ്ങറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ വെയിറ്റ് താങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസ് 3 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കാർ വൈപ്പർ ഡിറ്റർജൻ്റ് ആണ്. നമ്മൾ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റർജൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 രൂപയാണ്. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെറും 2 രൂപയുടെ ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആംഗിളിൽ നമുക്ക് മൊബൈൽ ഇതിൽ ഇൻക്ലൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. അടുത്തതൊരു വാൾ ഹുക്കാണ്. പ്രൈസ് വെറും 1 രൂപയാണുള്ളത്. നമുക്ക് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ടൈലിലൊക്കെ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ
പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മൈ ചാനൽ.